അമ്മച്ചിമാർക്ക് പറയാൻ പറ്റത്തില്ല, ഓ എനിക്ക് പ്രായം, എനിക്ക് ഇനി എന്തോ പർപ്പസ് ഉണ്ടെന്നേ. ചിലപ്പോൾ 90-ആം വയസ്സിലായിരിക്കും പർപ്പസ് വരുന്നത്. ബട്ട് ക്വസ്റ്റ്യൻ ഇതാ, റിസീവ് ചെയ്യാവോ? എലിസബത്ത് റിസീവ് ചെയ്ത പോലെ. ഓ എന്നെ കൊണ്ട് 80 വയസ്സായി, ഇനി മക്കളെല്ലാം നിങ്ങളൊക്കെ അങ്ങ് ചെയ്യ്. എന്നോട് പ്രാർത്ഥിക്കാനൊന്നും പറയില്ല, കഴിവുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ഞാൻ വചനമൊന്നും വായിക്കുന്നില്ല, കണ്ണൊന്നും കാണത്തില്ല, നിങ്ങൾ അങ്ങ് ചെയ്യ്. അമ്മച്ചി ഉണരണം. Still you have purpose. That's why you are alive today. പർപ്പസ് കഴിഞ്ഞിരുന്ന കർത്താവ് കൊണ്ടുപോയേനെ. പർപ്പസ് തീരാത്തത് കൊണ്ടാണ് ഇന്നും ഇരിക്കുന്നത്. പർപ്പസിന്റെ എന്തോ അറിയേണ്ടത് പർപ്പസില് നിങ്ങളുടെ ഒരുക്കം. സ്റ്റെപ്പ് നമ്പർ 1, get separated. ഇത് ഏറ്റെടുക്കുന്നവർക്ക് വിടുതല. Get separated. 2024 എത്ര മാതാക്കൾക്ക് പറയാൻ കഴിയും, I am going to be separated. ഞാൻ the most high dwelling placeൽ ഹൈഡ് ചെയ്യാൻ പോവാ. എൻ്റെ പ്രാർത്ഥനാ മുറി ഞാൻ ഹൈഡ് ചെയ്യാൻ പോവാ. ദൈവമക്കളെ, ഈ ഹൈഡിങ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. എന്തുവാ? ആത്മമണ്ഡലത്തിലേക്ക് കയറുക. നമുക്ക് എങ്ങനെയൊക്കെ ഹൈഡ് ചെയ്യാം ശത്രുവിൽ നിന്ന്? The first thing, by the blood of Jesus. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ തലമുറയെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ വാഗ്ദത്തങ്ങളെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ കുടുംബത്തെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ തലമുറയുടെ ഭാവിയെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ ഉദരത്തെ മുദ്രയിടുന്നു. ഇവിടെ ഇരിക്കുന്ന യങ് പീപ്പിളിനോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഉദരത്തിൽ തലമുറകളെ ദൈവം തരുന്നതിന് മുമ്പേ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ തലമുറ, if I am giving a birth to a child, give me some anointed child. അതിനെന്ത് ചെയ്യണമെന്നറിയോ? അഭിഷേകമുള്ള ആൻറ്റിമാരുടെ കൂടെ ഇരിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് അഭിഷേകമുള്ള ആൻറ്റിമാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻറ്റി, ഐ റിയലി വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് മീ. എനിക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻറ്റിയുടെ കൂടെ എനിക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ആൻറ്റിമാരെ, നിങ്ങളുടെ റെസ്പോൺസ് എന്താ? ഞാൻ ഓർത്തു 80 വയസ്സുള്ള എലിസബത്തിൻ്റെ അടുക്ക മേരി വന്ന് പറയാ, വരുവാ 3 മാസത്തേക്കിന് താമസിക്കാം. 1 ദിവസം അല്ലേ, 3 മാസം. അമ്മച്ചി പറയും, മോളെ അപ്പച്ചന് ഫുഡ് ഉണ്ടാക്കണം, ഷുഗറും പ്രഷറും ഉള്ള അപ്പച്ചന് ഫുഡ് ഉണ്ടാക്കണം. ഇപ്പം ഞാനും ഗർഭിണിയാ, എനിക്കും ഉണ്ടാക്കണം. 3 മാസം തിരിച്ചു പോകാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? നോ. അവരതൊന്നുമല്ല സ്ഥാനം കൊടുത്തു. നമ്മൾ ഇന്ന് സ്ഥാനം കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? നമ്മുടെ ജോലിക്ക്. നമ്മൾ മാറ്റിവെക്കുന്ന ദൈവത്തിൻ്റെ പർപ്പസാണ്. മാതാക്കളെ, നിങ്ങളുടെ തലമുറകൾ നിത്യതയിൽ എത്തിയില്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഡേയിൽ ദൈവം കണക്ക് ചോദിക്കുമ്പം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജോലിയുടെ മഹത്വവും ജോലി ചെയ്ത് ഇൻഷുറൻസ് അടച്ചതും ഹല്ലേലൂയ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ കർത്താവ് ചോദിക്കും, വൈ ഡോണ്ട് യു സ്പെൻഡ് ടൈം വിത്ത് മീ? പലർക്കും അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. നമ്മുടെ തലമുറ നിത്യതയിലില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. തലമുറ നിത്യതയിലില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്ലീസ് ഗെറ്റ് അപ്പ്, റൈസ് അപ്പ്.